ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് മീഷോ കിച്ചൺ പ്രോഡക്റ്റുമായിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി കുറച്ച് കിച്ചൺ പ്രോഡക്റ്റ്സാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കട്ടോ. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഒരു മൾട്ടി പർപ്പസ് സ്പൈസ് ബോക്സ് ആണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ഒരു ബോക്സ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കാണാം എന്തൊക്കെ ഇതിൽ ഇട്ട് വെക്കുക എന്നുള്ളത്. നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള മസാല പൗഡർ, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള സ്പൈസസ് ഒക്കെ നമുക്കിതിൽ ഇട്ട് വെക്കാം കേട്ടോ. ഇതിലൊരു 7 കപ്സ് ആണ് കേട്ടോ വരുന്നത്. നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു 7 കപ്സ് ആണ് ഇതിൽ വരുന്നത്. അതാ ഇങ്ങനെയാണ് കേട്ടത്. നമുക്ക് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ ഞാനിത് കുറച്ചായിട്ടുണ്ട് വാങ്ങിയിട്ട്, ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മിക്ക കുക്കിംഗ് വീഡിയോസിൽ ഞാൻ ഈ ഒരു ബോക്സ് കാണിക്കാറുണ്ട്. ഇതുപോലെ കണ്ടോ, ഇതുപോലത്തെ ചെറിയ ചെറിയ ഒരു 7 കപ്പാണ് ഇതിൽ വരുന്നത്. നമുക്കിത് റിമൂവ് ചെയ്യാം. ഇതിൽ അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ കഴുകിയെടുക്കാനും എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ ചെറിയൊരു സ്പൂൺ കൂടി വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ മസാലകളും കാര്യങ്ങളൊക്കെ എല്ലാ ബോട്ടിലും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക അങ്ങനെ എല്ലാം കൂടി പരത്തി വെച്ചിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ കുറേശ്ശായിട്ട് ഇതിലിങ്ങനെ നമ്മളെ പൗഡറൊക്കെ കുറേശ്ശായിട്ട് മസാല പൗഡറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള ആവശ്യത്തിനൊക്കെ നമുക്ക് നമ്മുടെ കിച്ചണിൽ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത്യാവശ്യം സ്പൈസസ് നമ്മുടെ മസാല പൗഡർ ആയാലും മറ്റ് സ്പൈസസ് ആയാലൊക്കെ ഇതിൽ അത്യാവശ്യം കൊള്ളുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഇതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആർക്കെല്ലാം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് ഞാനിവിടെ സൈഡിലായിട്ട് കാണിക്കുന്നുണ്ട്. പ്രോഡക്റ്റ്സ് നോക്കട്ടെ നമുക്ക്. ഇനി ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ചോപ്പറാണ്. നമ്മുടെ നട്ട്സൊക്കെ ചോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചോപ്പറാണ് കേട്ടോ. നട്ട്സ് മാത്രമല്ല, നമുക്ക് ചോക്ലേറ്റ്സ് ഒക്കെ നമ്മുടെ കേക്കിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ചോപ്പ് ചെയ്യാനും പറ്റുന്നൊരു ചോപ്പറാണ് കേട്ടോ. അതിൻ്റെ ബ്ലേഡ് ഈ താഴെ വരുന്ന 4 എണ്ണമാണ്. നമുക്കിതിനകത്ത് നട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല എന്താ പറയുക ചെറിയ ചെറിയ പീസായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കേട്ടോ. അത് പെട്ടെന്നൊന്നും കേടാവുന്ന തരത്തിലുള്ളതല്ല. നമുക്ക് ഇതിൻ്റെ ഒരു ഉപയോഗിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അടുത്തത് ഞാനൊരു സ്കൂപ്പറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നമ്മൾ ഐസ്ക്രീമൊക്കെ സ്കൂപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫൈബറിൻ്റെ ഒരു സ്കൂപ്പറാണിത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സ്കൂപ്പർ തന്നെയാണ് കേട്ടത്. ഇതൊന്നും പക്ഷേ നല്ല വലിയ വില ഒന്നുമില്ല കേട്ടോ. നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഫ്ലോർ സിഫ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നൊരു ഫ്ലോർ സിഫ്റ്ററാണ്. എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ പൊടിയൊക്കെ സിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സിഫ്റ്ററാണ് കേട്ടോ. ഇത് പ്രത്യേകിച്ച് യൂസ്ഫുൾ ആവുന്നത് ബേക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്കായിരിക്കും. അപ്പോൾ ഇതിന് 3 അരിപ്പയാണ് കേട്ടോ വരുന്നത്. ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് തന്നെ ഉണ്ട്. പിന്നെ 2 ഒരു പാക്കിൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഹോളാണ് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു നെറ്റ് വരുന്നത് കുറച്ച് വലിയ നെറ്റാണിത്, വലിയ ഹോളായിട്ട് വരുന്ന നെറ്റ്. പിന്നെ ഇത് ചെറിയ ചെറിയ നെറ്റ് കണ്ടോ. ഇത് അതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ നെറ്റാണ് കേട്ടത്. അപ്പോൾ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അതിനകത്ത് നമ്മൾ പൊടി ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ അരിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമുക്കിത് ഇതിൻ്റെ നെറ്റ് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഊരിയെടുക്കാനായിട്ട് പറ്റും. ഇട്ട് കൊടുക്കാനും എളുപ്പമാണ്. ഇങ്ങോട്ട് നമുക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്കായിട്ടുണ്ട്. ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പെട്ടെന്നൊന്നും കേട് വരുന്നില്ല. ഞാനിതിൻ്റെ പരസ്യം ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ യൂസ് ചെയ്തിട്ട് നല്ല എന്താ പറയുക നല്ലതായി തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനത് കാണിച്ചു തരുന്നത്. അപ്പോൾ വാങ്ങി നോക്കട്ടെ, ആവശ്യമുണ്ടെന്നുള്ളവരൊന്ന് വാങ്ങി നോക്കി വെക്കുക. ഞാൻ കാണിക്കുന്നത് നമ്മളൊരു കോംബോ ഓഫറിൽ കിട്ടിയിട്ടുള്ള മീഷോ തന്നെ കോംബോ ഓഫറിൽ വാങ്ങിയിട്ടുള്ള 2 പ്രോഡക്റ്റാണ് കേട്ടോ. ഇതിൽ 2 എണ്ണം വരുന്നത്. ഒന്നൊരു ഐസ് ട്രേ ആണ് കേട്ടോ, സിലിക്കൻ്റെ ഐസ് ട്രേ ആണ്. ഇത് ഏകദേശം ഇത് 37 ഐസ് ക്യൂബ് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ വലുപ്പമുണ്ട് എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച അത്ര തന്നെ വലുപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. ചെറിയ ചെറിയ ഐസ് ക്യൂബായിട്ട് നമുക്കിതിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്കിത് എന്താ പറയുക ഐസ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ടും നല്ല എളുപ്പമായിരിക്കും കേട്ടോ. നമ്മൾ മറ്റേ ഐസ് ട്രേ കുറച്ച് കട്ടിയുള്ളത് കാരണം നമ്മളിങ്ങനെ കൊട്ടിയിട്ട് ഭയങ്കരമായിട്ട് മടക്കിയിട്ടൊക്കെ ആണല്ലോ. നമുക്കിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്കിത് ഐസ് ക്യൂബ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല, ഭയങ്കര സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വലിയ കുഴപ്പമില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കോംബോ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നാണ്. ഒരു ഫേസ് മസാജറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും നമുക്ക് കുക്കുംബറോ അതിന് നല്ലൊരു റോസ് ഫ്ലവറൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്കിത് ഫേസിൽ മസാജ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതും കുഴപ്പമില്ലാത്ത പ്രൈസായിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് വാങ്ങിയതായിരുന്നു ഞാൻ. മെറ്റീരിയലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. സിലിക്കണ്ട മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയതല്ല കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. ഇത് ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. നമുക്ക് ഓയിലൊക്കെ എന്താ പറയുക ഇട്ടേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടത്. അതിൻ്റെ ക്വാളിറ്റിയും കുഴപ്പമില്ല. ഇതാ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. ഇത് എത്ര ലിറ്ററാണെന്ന് ഞാൻ നോക്കിയിട്ട് കാണിക്കട്ടെ. എന്തായാലും ഞാനിതിൻ്റെ പ്രൈസൊക്കെ സൈഡിൽ കാണിക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ കണ്ടിട്ട്. പിന്നെ നമുക്കിത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്കിതാ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ അടച്ച് വെച്ചിട്ട് നമുക്ക് അതിനൊക്കെ എടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. ഒരു ചെറിയൊരു പൈപ്പ് വഴിയാണ് നമുക്ക് ഒരു ഓയിലൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇത് മാത്രം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. നല്ല മെറ്റീരിയലാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യം ഫാൻ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഫാനിൻ്റെ ലീഫ് രണ്ട് സൈഡും ക്ലീൻ ചെയ്തെടുക്കണമെന്ന് നമ്മൾ കസേരയൊക്കെ ഇട്ട് നിന്ന് കയറി നിന്ന് തുടച്ചെടുക്കലാണ് സാധാരണ. ഇതുപോലൊരു ഡസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ നിന്നിട്ട് തന്നെ നമ്മുടെ ഇതിൻ്റെ വലുപ്പം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് നമുക്ക് എളുപ്പത്തിൽ ഫാനിൻ്റെ ലീഫൊക്കെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ വലുപ്പം കൂട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പൊട്ടി പോകുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റം നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഫിൻ്റെ മുകൾ ഭാഗമൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ക്ലീൻ ആക്കി എടുക്കാനും നമ്മുടെ ഈ ഒരു ഡസ്റ്റർ ക്ലീൻ ആക്കി എടുക്കാനും എളുപ്പമാണ് കേട്ടോ. കാരണം ഇത് മൈക്രോ ഫൈബറാണ് ഇതിൻ്റെ ക്ലോത്ത് വരുന്നത്, ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് വാങ്ങി നോക്കട്ടെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ മീഷോ പ്രോഡക്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ പ്രോഡക്ട്സ് മീഷോന്ന് വാങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇതുവരെ മീഷോ ആരും ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇവിടെ ഐ ബട്ടണിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ പോയിട്ട് ഈ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മീഷോന്ന് പർച്ചേസ് ചെയ്യാനും റിട്ടേൺ ചെയ്യണതും പേയ്മെൻറ്റ് ചെയ്യണതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് മീഷോ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ആദ്യത്തെ പ്രോഡക്ട്സിന് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ലിങ്കിൽ വെച്ചിട്ട് നിങ്ങൾ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് വാങ്ങുന്ന പ്രോഡക്റ്റിന് ഡിസ്കൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.